ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ കാറുകൾ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കൗതുകമുണർത്തിയ ചില അവതാരങ്ങൾ. ചിങ്കാര, രാജ, തൃശൂൽ, മീര മുതലായ കാറുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യമുയരുന്ന ചോദ്യമാണിത്. ഒത്തിരി മോഹങ്ങളുമായി വമ്പന്മാരോട് മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇത്തിരി കുഞ്ഞൻ കാറുകളാണിവർ. തനത് വ്യക്തിത്വവും ആഗ്രഹിച്ചെത്തിയ ഈ കാറുകളെ പക്ഷേ വിപണി കണ്ടത് കൗതുക വസ്തുക്കളായിട്ടാണ്. അത്തരം ചില കാറുകളെ പരിശോധിക്കാം. സിബാനി ബാദൽ. കർണാടകയിൽ നിന്നുള്ള സിബാനി മോട്ടോർ സൈക്കിളിനെ കുറിച്ച് കേട്ടവർ ചുരുക്കമായിരിക്കും. 1973 സൺറൈസ് ഓട്ടോ ഇൻഡസ്ട്രിയായി തുടങ്ങിയ കമ്പനി 1980 സിബാനി ലിമിറ്റഡായി രൂപാന്തരപ്പെടുന്നത്. ഫൈബർ ഗ്ലാസിൽ തീർത്ത മുച്ചക്ര കാർ ബദാലാണ് സിബാനിയുടെ ഹൈലൈറ്റ്. 3 ഡോറുകളാണ് കാറിൽ സിബാനി നൽകിയതും. 4 സ്റ്റോക്ക് മാനുവൽ ഗിയർ ബോക്സിനോടൊപ്പമുള്ള 198cc 2 സ്റ്റോക്ക് പെട്രോൾ എഞ്ചിൻ കരുത്തിലാണ് സിബാനി ബാദൽ അണിനിരന്നിരുന്നത്. സിബാനി ഡോൾഫിൻ. ബാദൽ പോലെയുള്ള മുച്ചക്ര വാഹന കാറിലൂടെ ഇന്ത്യൻ വിപണിയിൽ കടന്നുകയറിയ സിബാനി ഓട്ടോമൊബൈൽസ് 1982 ഡോൾഫിനിലൂടെ 4 വീൽ പരിവേഷം നേടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സിബാനി പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല. ഓൾ ഗ്ലാസ് ഫൈബർ ബോഡിയാണ് സിബാനി ഡോൾഫിന് വിനയായത്. മാരുതി 800ന്റെ പ്രചാരം വർദ്ധിച്ചതും സിബാനി ഡോൾഫിനെ പിന്നോട്ടടിച്ചു. സാൻഡ്സ്റ്റോം. ഇന്ത്യയുടെ ആദ്യ കൺവേർട്ടബിൾ കാറാണ് സാൻഡ്സ്റ്റോം. ഇന്ത്യൻ വിപണിക്ക് കൺവേർട്ടബിളുകളെയും കൂപ്പകളെയും പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ് സാൻ മോട്ടോഴ്സ് നടത്തിയത്. വിജയ് മല്യയുടെ കീഴിലുള്ള കിങ്ഫിഷറാണ് സാൻ മോട്ടോഴ്സിനെ നയിച്ചിരുന്നതും. പൂർണ്ണമായും ഫൈബർ ഗ്ലാസ്സിലൊരുക്കിയ 2 സീറ്റർ കാറാണ് സാൻഡ്സ്റ്റോം. 1998 അവതരിപ്പിച്ച സാൻഡ്സ്റ്റോം 60 bhp കരുത്തേകുന്ന 1.2 ലിറ്റർ റെനോ എഞ്ചിനിലായിരുന്നു ഒരുങ്ങിയിരുന്നത്. ഇന്നും ഗോവയിലുള്ള സാൻ മോട്ടോഴ്സിൽ നിന്നും കാറിനെ ഉപഭോക്താക്കൾക്ക് ഓർഡർ ചെയ്യാം. ചിങ്കാര. ഇന്ത്യയുടെ ആദ്യ ലൈറ്റ് വെയ്റ്റ് സ്പോർട്സ് കാറാണ് ചിങ്കാര. 90 bhp കരുത്തുൽപാദിപ്പിക്കുന്ന 1800cc ഇസൂസു എഞ്ചിനിൽ അണിനിരന്ന ചിങ്കാരയിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് കമ്പനി നൽകിയതും. ജർമ്മനിയിൽ നിന്നും ഒരുങ്ങിയ സ്പേസ് ഫെയിം ചാസിയും കസ്റ്റംസ് ഫൈബർ ഗ്ലാസ് ബോഡിയുമാണ് ചിങ്കാരയുടെ പ്രധാന വിശേഷം. ഭാരക്കുറവിന്റെ പശ്ചാത്തലത്തിൽ 8 സെക്കൻഡ് കൊണ്ട് തന്നെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത ചിങ്കാര പിന്നിട്ടിരുന്നു. മണിക്കൂറിൽ 190 മീറ്ററാണ് മോഡലിന്റെ ടോപ്പ് സ്പീഡ്. രാജ ക്രീപ്പർ. ഇന്ത്യൻ വിപണിയിൽ ഇടം കണ്ടെത്താൻ കേരളത്തിൽ നിന്നുമുള്ള രാജ മോട്ടോഴ്സും ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 2012 ദില്ലി ഓട്ടോ എക്സ്പോയിൽ വെച്ച് ചെറു അൾട്രാ കാർ ക്രീപ്പറിനെ കമ്പനി കാഴ്ചവെച്ചു. ബാംഗ്ലൂരു ആസ്ഥാനമായ മോട്ടോർ മിന്റിന്റെ ഡിസൈനിന്റെ അടിസ്ഥാനത്തിലാണ് രാജ ക്രീപ്പർ ഒരുങ്ങിയത്. 2 സീറ്റർ പരിവേഷത്തിലെത്തിയ മോഡലിൽ 800cc പെട്രോൾ എഞ്ചിനാണ് ഇടം പിടിച്ചതും. തൃശൂൽ. വിപണിയിൽ നിന്നും പാടെ മാഞ്ഞ മറ്റൊരു നിർമ്മാതാക്കളാണ് തൃശൂൽ. കമ്പനിയുമായി ബന്ധപ്പെട്ട് ഏറെ വിവരങ്ങൾ ലഭ്യമല്ല. ബീഹാറിലെ പാട്ന ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന തൃശൂൽ ജീപ്പിന് സമാനമായ 4 വീൽ ഡ്രൈവ് മോഡലിലാണ് അവതരിപ്പിച്ചിരുന്നത്. ഡോറുകൾ ഇല്ല എന്നതായിരുന്നു മോഡലിന്റെ പ്രധാന ആകർഷണം. 500cc സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് അണിനിരുന്ന മോഡൽ. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരൽപ്പം പ്രചാരം നേടി. മീര മിനി കാർ. 1949 SD കുൽക്കർണി വിഭാവനം ചെയ്ത അവതാരമാണ് മീര മിനി കാർ. 19 bhp കരുത്തേകുന്ന പാരലൽ ടിൻ 4 സ്റ്റോക്ക് വാട്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ കാർ അവതരിപ്പിച്ചത്. 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് മോഡലിൽ ഉൾപ്പെടുത്തിയിരുന്നത്. രേവ ജെൻ 1. ഇലക്ട്രിക് കാറുകളെക്കുറിച്ച് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിപണിയിലെത്തിയ അവതാരമാണ് രേവ. 2000 രേവയുടെ ആദ്യ തലമുറ വിപണിയിൽ കടന്നു വരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട രേവ ആദ്യകാലത്ത് 6.4 bhp cc മോട്ടോറാണ് ഒരുങ്ങിയിരുന്നത്. 2007 17 bhp കരുത്തേകുന്ന AC മോട്ടോർസിനെ രേവയിൽ കമ്പനി നൽകി. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കമന്റിലൂടെ.